നമസ്കാരം. ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇരു മുന്നണികളും പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും സീറ്റുകളുടെ എണ്ണം പറഞ്ഞ് വിജയം അവകാശപ്പെടുന്നുമുണ്ട്. സ്വാഭാവികമായും കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ഇരു മുന്നണികളുടെയും അവകാശവാദങ്ങൾ കേൾക്കുന്ന ജനങ്ങളോ ഇരു മുന്നണിയിലെയും പാർട്ടി പ്രവർത്തകരോ ഒക്കെയാണ്. നമുക്ക് ഓരോ ജില്ലകളായി തിരിച്ചു പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു കാലത്ത് തിരുവനന്തപുരം തലസ്ഥാനം ഏതു മുന്നണിക്കാണോ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് ആ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും എന്നത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. UDFിൻ്റെ വലിയ കോട്ടയായിരുന്ന UDF ഭരിക്കുന്ന കാലത്തെല്ലാം UDFിൻ്റെ 2001 കോട്ടയായിരുന്ന തിരുവനന്തപുരം പതിയെ ഇടത്തേക്ക് ചായുന്ന രംഗങ്ങളാണ് കാണുന്നത്. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ഒറ്റ സീറ്റിലേക്ക് UDF ഒതുങ്ങുന്ന അവസ്ഥയടക്കം. കോവളം മാത്രമാണ് ആകെ കോൺഗ്രസിന് സീറ്റ് ലഭിച്ചത്. ബാക്കി 14-ൽ 13 സീറ്റും ലഭിച്ചത് LDFിനാണ്. അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിന് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ആരാണോ കേരളം ഭരിക്കുന്നത് അവർക്ക് അനുകൂലമായി നീങ്ങുക എന്നുള്ള ഒരു പ്രവണതയുണ്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാലും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ കാണാൻ കഴിയും. നമുക്ക് തിരുവനന്തപുരത്ത് ഇരു മുന്നണികളുടെയും പ്രതീക്ഷകൾ ഏതെല്ലാമാണ്, ഇരു മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ ഏതെല്ലാമാണ്, ഉറച്ച് പ്രതീക്ഷ കൈവിട്ട മണ്ഡലങ്ങൾ, ചില മണ്ഡലങ്ങൾ ഒരു മുന്നണി ഞങ്ങൾ അവിടെ ജയിക്കില്ല എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയുന്ന സീറ്റുകളൊക്കെ ഉണ്ട്. ജയസാധ്യ അവകാശപ്പെടുന്ന സീറ്റുകൾ, ഇവയുടെ ഓരോന്നിൻ്റെയും ജയസാധ്യതകളും ഓരോന്നിൻ്റെയും സാധ്യതകൾ വിശദമായി തന്നെ രാഷ്ട്രീയമായ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. എനിക്കൊപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ 14 മണ്ഡലങ്ങളിലും ഒന്നിലേറെ തവണ യാത്ര ചെയ്തതാണ്. നിരവധി തെരഞ്ഞെടുപ്പുകൾ ഈ തിരുവനന്തപുരം ജില്ല തന്നെ. അരുൺ, എനിക്ക് തോന്നുന്നു തൊഴിൽ തുടങ്ങിയ കാലം മുതൽ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപൂർവം ചില മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഒരു സ്ഥലത്ത് തന്നെ തുടർച്ചയായി വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അരുണിന് കഴിഞ്ഞ ഒരു 20 വർഷത്തെ കാലത്തെ ഈ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം, അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ കണക്കുകളൊക്കെ വളരെ കൃത്യമായി തന്നെ അറിയാം. നമുക്ക് എങ്ങനെയാണ് അരുൺ, നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ തുടക്കം, ഇതാണ് 14 മണ്ഡലങ്ങൾ, ഇതിൽ നിന്ന് തുടക്കം പറയാൻ കഴിയും? 14 സീറ്റ്. ഇതിൽ 14 ആദ്യം വർക്കല നോക്കിയാൽ വർക്കല കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി CPMൻ്റെ കോട്ട എന്നൊക്കെ അവകാശപ്പെടാം. അവിടുത്തെ പ്രാദേശിക ശക്തിയും ഒക്കെ നോക്കുമ്പോൾ കോട്ടയെന്ന് പറയാം. പക്ഷേ അതിനു മുമ്പ് ഈ വർക്കല ഇത്തവണ ഇടതുമുന്നണി ഉറച്ചു പ്രതീക്ഷിക്കുന്നു. കാരണം അവരുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയ സംസ്ഥാന സമിതി അംഗം മത്സരിക്കുന്നു. പക്ഷേ വലിയ ശക്തമായ ഒരു പോരാട്ടം അവിടെ ജോയിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ പോരാട്ടം. അവിടെ വർക്കല കഹാറാണ്, നേരത്തെ പലതവണ അവിടെ MLA ആയിരുന്ന കഹാറാണ് UDF വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്കലയിൽ അതിശക്തമായ പോരാട്ടം ജോയിക്ക് നേരിടേണ്ടി വന്നു. എങ്കിലും ഇടതുമുന്നണി ഇവിടെ വിജയിക്കാവുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ അത് ഉറപ്പായി വിജയിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഒരു ചെറിയ ചോദ്യം കൂടെ. ഈ ഇടതുമുന്നണി നേരിടേണ്ടി വരുന്ന UDFിനെ മാത്രമല്ല, ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇടതുമുന്നണിയുടെ ഒരു കാലത്ത് വർക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകളും അവിടുത്തെ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും. അത് ഏത് തരത്തിൽ കൂടി ജോയിയെ ബാധിക്കാൻ സാധ്യത? കുറച്ച് വോട്ടെങ്കിലും CPM വോട്ടുകൾ BJP കാൻഡിഡേറ്റ് വഴി പോകുമെന്ന് CPM കണക്കൂടുന്നു. പക്ഷേ അവർ അതിനപ്പുറത്തേക്ക് അവിടെ വെല്ലുവിളിയായി ഇടതുമുന്നണി CPM കാണുന്നത് വർക്കല കഹാറിൻ്റെ വ്യക്തിപ്രഭാവമാണ്. അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ, സ്വാധീനങ്ങൾ, അതിനും അപ്പുറത്തേക്ക് അവിടെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF അനുകൂലമായി ഉണ്ടാകുമോ എന്ന സംശയം CPMന് ഭയമുണ്ട്. കാരണം സംസ്ഥാനത്ത് പൊതുവിൽ എല്ലായിടത്തും ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന വിലയിരുത്തലുകളുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അടക്കം പരിശോധിക്കുമ്പോൾ അത്തരമൊരു സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ശക്തമായി അതുണ്ടാകുമെന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങളിലുണ്ട്. വർക്കലയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ UDFിന് പ്രതീക്ഷയും ഇടതുമുന്നണിക്ക് ആശങ്ക ഉണ്ടെങ്കിൽ LDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ ഈ 14 മണ്ഡലങ്ങളിൽ അത് ഏതെല്ലാമാണ്? അതോട് തീർച്ചയായിട്ടും പാറശാല ഇടതുമുന്നണി ഒരു എതിർ വികാരത്തിലും എതിർ തരംഗത്തിലും സീറ്റ് ഇത്തവണ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പിക്കുന്ന ഒരു മണ്ഡലം പാറശാലയാണ്. അവിടുത്തെ MLAയുടെ ജനകീയത, അത് പാറശാല ഒരിക്കലും UDFിന് ബാലികേറാ മലയോ അല്ലെങ്കിൽ UDF ഒരിക്കലും ജയിക്കാൻ പാടില്ലാത്ത മണ്ഡലമൊന്നുമല്ല. തൊട്ട് മുമ്പ് 2011 അവിടെ എട്ടി ജോർജ് വിജയിച്ച മണ്ഡലമാണ്. അതിനു മുമ്പുമൊക്കെ പാറശാല മാറി 2 മുന്നണികൾക്കും. ഒരു ചെറിയ സംശയം, ഈ പാറശാലയെ സംബന്ധിച്ച് പാറശാല ഈ 2 മുന്നണികളിലും പെടാത്ത സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് പാറശാല. വിമതരായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുന്നണി സഹായമില്ലാതെ ജയിപ്പിച്ച അടക്കം പാരമ്പര്യമാണ്. ഇപ്രാവശ്യം നെയ്യാറ്റിൻകര സനലിനെ പോലെ മുൻ DCC പ്രസിഡന്റ് നിൽക്കുന്നു, നെയ്യാറ്റിൻകര KC വേണുഗോപാലിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും അദ്ദേഹം ചോദിച്ച മണ്ഡലം തന്നെ കിട്ടിയ ഒരാൾ ആണ് നെയ്യാറ്റിൻകര സനൽ. നെയ്യാറ്റിൻകര സനൽ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു മാറ്റം, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ്സുകാർ പങ്കുവെക്കുന്നത്, അത് എങ്ങനെ മാറ്റമുണ്ട് സാധ്യതയുണ്ടോ? കിരൺ, ഈ പാറശാലയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഈ നെയ്യാറ്റിൻകര സനലിന്റെ വ്യക്തിപ്രഭാവമോ ഒന്നും ആയിരിക്കില്ല. പാറശാല മാത്രമല്ല, അതിലേക്ക് ഒരു പ്രത്യേകമായി തന്നെ നമുക്ക് ആ ഒരു 4-5 മണ്ഡലങ്ങളുടെ സാധ്യത പിന്നീട് പരിശോധിക്കാം. ഒരു പ്രത്യേക സാമുദായിക സമവാക്യങ്ങളുടെ മാറ്റവും തമിഴ്നാടുമായി ചേർന്ന്
നാടുമായി ചേർത്ത് വായിക്കേണ്ട മണ്ഡലമാണ് ഈ പാറശാലയും. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് അവിടെ MLA ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കേരളത്തിന് ഏറ്റവും ജനകീയനായ MLA-മാർ ഒരാൾ CPM കാണുന്ന പൊതുജനങ്ങൾ കാണുന്ന MLA ആണ് CK ഹരീന്ദ്രൻ. അവിടെ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളായ ജനങ്ങളുടെ ഇടപെടലായാലും ഒക്കെ അത്രയധികം നല്ലൊരു MLA എന്ന് പേരെടുത്തയാൾ. അതാണ് പാറശാല ഇടതുമുന്നണി അത്രയധികം പ്രതീക്ഷിക്കുന്ന കാര്യം. നമ്മൾ പറഞ്ഞു ആറ്റിങ്ങൽ ഇടത് കോട്ടയാണ്, സംശയമൊന്നുമില്ലാത്ത ഇടത് കോട്ടയാണ്. പക്ഷേ അവിടെ രണ്ടാം സ്ഥാനത്തെത്തുകയോ അല്ലെങ്കിൽ വിജയപ്രതീക്ഷ ഉണർത്തുന്നതോ കോൺഗ്രസ് അല്ല BJP ആണെന്നാണ് ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP രണ്ടാമത് വന്ന മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയ മണ്ഡലമാണ്. പക്ഷേ 40,000-ഓളം ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ലഭിച്ചു തോന്നുന്നത്. ഏതാണ്ട് ഇത്തവണയും 25,000 ഒക്കെ ഭൂരിപക്ഷം. ആറ്റിങ്ങലിൽ ഒരു കാരണവശാലും UDF-ഓ അങ്ങനെ BJP-യോ ഒരു വിജയം ഇക്കുറി പ്രതീക്ഷിക്കുന്നില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തെ നമുക്ക് ഇനി പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. അത് LDF മാത്രമാണ് അവിടെ വിജയം. നമുക്ക് നെടുമങ്ങാടിലേക്ക് വരണം. നെടുമങ്ങാട് തീർച്ചയായിട്ടും ശക്തമായ പോരാട്ടമുണ്ട്. പക്ഷേ അതും നമ്മൾ ആറ്റിങ്ങലൊക്കെ പറഞ്ഞതുപോലെ നേരത്തെ UDF-ന്റെ MLA-മാരൊക്കെ പാലോടിയെ പോലെ നേതാക്കളൊക്കെ ജയിച്ചു വന്ന മണ്ഡലമാണെങ്കിൽ പോലും ഇപ്പോൾ നെടുമങ്ങാട് കുറച്ചുകൂടി ഒരു ഇടത് സ്വഭാവമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടിന്റെ മേജോറിറ്റി കിട്ടിയ മണ്ഡലമാണ്. അതിനുമപ്പുറത്തേക്ക് GR അനിൽ ഭക്ഷ്യമന്ത്രിയാണ്, സംസ്ഥാനമൊട്ടാകെ നിറഞ്ഞു പ്രവർത്തിച്ച മന്ത്രിയാണ്, നേതാവാണ്. എവിടെയും സീറ്റ് കൊടുക്കേണ്ട കരുനാഗപ്പള്ളിയിൽ സീറ്റ് വെട്ടി നിർത്തിയിരുന്ന CPI ഒഴിവാക്കിയിരുന്ന C. ദിവാകരൻ അവസാനം മത്സരിക്കാൻ സീറ്റില്ലാത്ത ഒരു സ്ഥലത്തേക്ക് C. ദിവാകരനെ കൊണ്ട് ഇറക്കുന്നു. നെടുമങ്ങാട് കോൺഗ്രസിന്റെ കോട്ടയിൽ ഇറക്കുന്നു. അവിടെ നിന്ന് C. ദിവാകരൻ പിടിച്ചെടുത്ത മണ്ഡലമാണ് നെടുമങ്ങാട്. അതിപ്പോഴും രണ്ടുപേരുടെയും പക്ഷത്ത് രണ്ടുപേരും കണക്കൂട്ടുന്ന മണ്ഡലം തന്നെയാണല്ലേ? രണ്ടുപേരും കണക്കൂട്ടെന്ന് പറയുന്നത് കുറച്ചുകൂടി സാധ്യത എനിക്ക് തോന്നുന്നു അവിടെ ഇടതുമുന്നണിക്ക് തന്നെയാണ്. GR അനിലിന്റെ മന്ത്രി എന്ന നിലയിൽ വ്യക്തിപ്രഭാവവും CPM-ന്റെ ഒരു സംഘടനാ ശക്തിയും ഒക്കെ വരുമ്പോൾ നെടുമങ്ങാട് കാര്യമായ ഒരു അട്ടിമറി ഇത്തവണയും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വട്ടിയൂർക്കാവ് എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കണം. കാരണം വട്ടിയൂർക്കാവ് ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അതിൻ്റെ കണക്കുകൾ സഹിതം തന്നെ പരിശോധിക്കണം. മറ്റൊന്ന് കഴക്കൂട്ടവും നമുക്ക് അങ്ങനെ വിശദമായി പരിശോധിക്കേണ്ട മണ്ഡലമാണ്. അവിടെയും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. മറ്റൊന്ന് വാമനപുരമാണ്. വാമനപുരത്ത് അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ അവസ്ഥയൊന്നുമില്ല. വാമനപുരത്തിൻ്റെ ഒരു ഇടതുമുന്നണി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നത്? കിരൺ, വാമനപുരം ഒരു ത്രികോണ പോരാട്ടമില്ല, ഇടതുമുന്നണിയുടെ കോട്ടയാണ്. എത്രയോ പതിറ്റാണ്ടുകളായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികളല്ലാതെ ആരും ജയിക്കാത്ത മണ്ഡലമാണ്. ഏത് വിപരീത സാഹചര്യങ്ങളിലും ഏത് എതിർ കൊടുങ്കാറ്റുകളിലും ആടി ഉലയാത്ത മണ്ഡലമെന്ന് CPM വിശ്വസിച്ചിരുന്ന മണ്ഡലമാണ് വാമനപുരം. ഇത്തവണയും വാമനപുരം CPM വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല. വലിയ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അത്ര അധികം ആത്മവിശ്വാസമോ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതെങ്കിലും CPM വാമനപുരം കണക്കൂടുന്ന UDF-ന്റെ സാധ്യതകളിലേക്ക് വരുമ്പോൾ നമുക്ക് വാമനപുരം കുറച്ച് വിശദമായി പറഞ്ഞു പോകണം. ചിറയൻകീഴ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയുടെ വലിയ കോട്ടയായി നിൽക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ മത്സരം ഉണ്ടാവേണ്ടാത്ത മണ്ഡലമായിരുന്നു. പക്ഷേ ഇക്കുറി രമ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. രമ്യ ഹരിദാസ് വന്നതോടുകൂടി ആ ചിത്രത്തിന്റെ ആകെ മത്സരചിത്രം തന്നെ മാറുന്നു. അവിടെ ഇപ്പോഴും എങ്ങനെയാണ് LDF അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നത്? ചിറയൻകീഴിൽ മികച്ച മാർജിൻ ജയിക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണക്ക്. അവിടെ വിജയിച്ച് വരും. വലിയ പ്രതികൂല ഘടകങ്ങൾ, പ്രത്യേകിച്ച് കിരൺ സൂചിപ്പിച്ച പോലെ രമ്യ ഹരിദാസിന്റെ സാന്നിധ്യം, എവിടെ പോയാലും ആളെ കൂട്ടുന്ന, എവിടെ പോയാലും ഓളമുണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അത് ജയിച്ചാലും തോറ്റാലും ഒക്കെ രമ്യയുടെ ഒരു പ്രചരണ രീതി അങ്ങനെ. രമ്യ ഹരിദാസ് ആ മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അങ്ങനെ. ഞാൻ അവരുടെ മണ്ഡലത്തിലേക്കുള്ള വരവ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. വളരെ ആവേശമുണ്ടാക്കിയ, ഓളമുണ്ടാക്കിയ ഒരു വരവായിരുന്നു രമ്യ ഹരിദാസിൻ്റെ. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ് പ്രതീക്ഷിക്കും. പക്ഷേ ഇടതുമുന്നണി ഇപ്പോഴും ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ചിറയൻകീഴ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ശക്തമായ മത്സരം നേരിടുന്ന ഇടതുമുന്നണി കണക്കാക്കുന്നത് ഒന്ന് നേമമാണ്, നെയ്യാറ്റിൻകരയാണ്, മറ്റൊന്ന് തിരുവനന്തപുരമാണ്, കോവളമാണ്, കാട്ടാക്കടയാണ്, അരുവിക്കരയാണ്. എന്നാൽ ഇനി UDF-ന്റെ പ്രതീക്ഷ കൂടി നമുക്ക് നോക്കാം. UDF വിജയപ്രതീക്ഷ കാണുന്ന 5 മുതൽ 8 വരെ സീറ്റുകളാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടിയ ജില്ലയാണെന്ന് ആലോചിക്കണം. ഈ 14-ൽ 3, 5 മുതൽ 8 വരെ സീറ്റുകൾ. 8 തോന്നുന്നു, എനിക്ക് തോന്നുന്നു 9 സീറ്റുകൾ കൂടി ഉണ്ട്. ഒരു സീറ്റ് കൂടി UDF കാണുന്നുണ്ട്. എന്തായാലും അതിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നോക്കാം. ഒന്ന് കോവളമാണ്. കോവളത്ത് സിറ്റിംഗ് സീറ്റാണ്. അവിടെ നേരത്തെ LDF-ന്റെ സീറ്റായിരുന്നു. നീലോദാസ് നാടാരൊക്കെ ജയിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം വിജയിച്ചിരുന്ന സീറ്റാണ്. അവിടെ നിന്നാണ് വിൻസെന്റ് പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും UDF ഉറച്ച പ്രതീക്ഷ ഒന്നാമതായി ജയിക്കുന്ന മണ്ഡലമാണ് കോവളം എന്ന് പറയുന്നത്. പക്ഷേ റൂഫസിനെ കൊണ്ടുവന്ന വഴി LDF-ഉം ഒരു ചെറിയ പ്രതീക്ഷ വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും LDF ആദ്യഘട്ടം മുതൽ റൂഫസ് ഡാനിയലിന്റെ ഭഗത് റൂഫസ് ഡാനിയൽ അദ്ദേഹത്തിന്റെ ഭഗത്തിന്റെ പിതാവാണ്. അദ്ദേഹം അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. വളരെ ജനകീയനായ ജനബന്ധമുള്ള നേതാവാണ്. ആ ഒരു തണൽ തന്നെയാണ് ഈ ഭഗത് റൂഫസ് എന്ന ചെറുപ്പക്കാരൻ അവിടേക്ക് വരുന്നത്. പക്ഷെ വളരെ ചിട്ടയായ പ്രവർത്തനം, വളരെ ജനങ്ങളോട് അടുത്തിടപഴകി ഭഗത് റൂഫസ് ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മേൽക്കൈ നേടി തോന്നിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അവിടെ വിൻസെന്റ് എന്ന നേതാവിൻ്റെ ജനകീയത, 2 തവണ MLA ആയി, കോൺഗ്രസിൻ്റെ അവിടുത്തെ സംഘടനാപരമായ ശക്തി, അവിടുത്തെ മണ്ഡലത്തിൻ്റെ മറ്റ് സാമുദായിക സമവാക്യങ്ങളിലെ അനുകൂല സാഹചര്യമൊക്കെ അവിടെ കോൺഗ്രസ് ഉറപ്പിക്കുന്ന സീറ്റ് തന്നെയാണ്. കൂടുതൽ ലോജിക്ക് വരുന്ന കോൺഗ്രസിന്റെ ഉറപ്പിൽ തന്നെയാണ്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല. തിരുവനന്തപുരത്ത് വരുന്നത് CPM
പി ജോണാണ് വരുന്നത്. ഏറ്റവും അവസാനം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച കേരളത്തിലെ ഒരു മണ്ഡലമായിരിക്കും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം. രണ്ട് BJPയും LDFും സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടന്ന ഒടുവിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ CP ജോൺ തന്നെയാണോ അവർ UDF കണക്കാക്കുന്ന പോലെ വിജയം ഉറപ്പാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും CP ജോൺ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ളവരാണ്. പക്ഷേ അദ്ദേഹം ഒരു പാർലമെന്റ് രംഗത്തേക്ക് വരാൻ അദ്ദേഹത്തിന് ഇതുവരെ ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത്തവണ അത് സാധിക്കുമെന്ന് തന്നെ അദ്ദേഹവും UDFും ഉറച്ചു വിശ്വസിക്കുന്നു. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിൽ CP ജോൺ വിജയിക്കുകയെന്ന് മാത്രമല്ല മന്ത്രിയാക്കുകയും ചെയ്യും. കാരണം CP ജോൺ UDFിൻ്റെ പ്രകടന പത്രികയായാലും തന്ത്രങ്ങൾ എടുക്കലായാലും എല്ലാത്തിലും വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ജയിക്കാൻ ഉറപ്പുള്ള ഒരു സീറ്റ് നൽകണമെന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെയൊക്കെ ആവശ്യമില്ല. അങ്ങനെയാണ് പല സീറ്റുകളും ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സീറ്റുകളൊക്കെ ആലോചിച്ചൊടുവിൽ ഈ തിരുവനന്തപുരം സീറ്റിലേക്ക് വലിയ എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. VS ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ, ശരത് പ്രസാദ് നേതാക്കളൊക്കെ തിരുവനന്തപുരത്തിന് മോഹിച്ചവരാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുത്ത നിലപാട് തന്നെയാണ്. അവിടെ CP ജോൺ തന്നെ മത്സരിക്കണമെന്ന നിലപാട്. അവിടെ സ്വാഭാവികമായിട്ടും UDFിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ നിലപാട് എടുക്കേണ്ടതാണ്. കാരണം MV രാഘവൻ വന്നത് കാലം മുതൽ CP ജോണാണ് ആ പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ CP ജോൺ ഒരിക്കൽ പോലും ഒരു MLA ആക്കാൻ പോലും UDFിന് കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. കേരളം ആകെ ശ്രദ്ധിച്ച വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന രണ്ടു പേരെന്ന് പറയുന്നത്, ഒന്ന് വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ MLA VK പ്രശാന്ത് ആണെങ്കിൽ അതുപോലെ തന്നെ വട്ടിയൂർക്കാവിന് പ്രിയപ്പെട്ട MLA ആയിരുന്നു K മുരളീധരൻ. രണ്ടുപേർക്കും വ്യക്തിപരമായ രാഷ്ട്രീയത്തിനുപരി വ്യക്തിപരമായ വോട്ട് ആ മണ്ഡലത്തിൽ ഓരോ സ്ഥലത്തുമുണ്ട്. പല സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചും കൺഫ്യൂഷനാണ്. രാഷ്ട്രീയമായ താല്പര്യത്തിനപ്പുറത്തേക്ക് വ്യക്തി താല്പര്യങ്ങൾ നോക്കുന്നവർക്ക് മുരളീധരന് വോട്ട് ചെയ്യണോ അതോ പ്രശാന്തിന് വോട്ട് ചെയ്യണോ? യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അവിടെ ശ്രീലേഖ മത്സരിക്കുന്നുണ്ടാലും ശ്രീലേഖ നമുക്ക് ഒരു രണ്ടാം സ്ഥാനം പ്രതീക്ഷിക്കാൻ എന്തായാലും തൽക്കാലം നിർവാഹമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം ഇവരുടെ വ്യക്തി പ്രഭാവത്തിനായിരിക്കുമോ ഒരു മേൽക്കൈ ഉണ്ടാവുക? രണ്ട് സംഭവങ്ങൾ. ഒന്ന്, K മുരളീധരൻ നേതാവ്, അദ്ദേഹത്തിന് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അദ്ദേഹം നിർബന്ധം പിടിച്ചാൽ സെൻട്രലിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ലീഗിൻ്റെ സ്വാധീനമുള്ള കുറച്ച് ശക്തമായ മേഖലകളിലേക്ക് പോകാം. വടക്കൻ ജില്ലകൾ, പാലക്കാട് അദ്ദേഹത്തിന് സജീവമായിരുന്നു. അങ്ങനെ മറ്റെവിടെയും പോകാൻ മുരളീധരന് അവസരമുണ്ടായിരുന്നു. പക്ഷേ മുരളീധരൻ്റെ നിലപാടെടുത്തത് മുരളീധരൻ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആളാണെന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കറുത്ത പൊട്ടായി അദ്ദേഹം കണ്ടിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ശക്തമായ നിലപാടെടുത്ത ഒരു കാരണവശാലും ഞാൻ മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലേ ഉള്ളൂ, വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാമെന്ന വലിയ വിശ്വാസം K മുരളീധരനുണ്ട്. അതുകൊണ്ട് വെല്ലുവിളിയാണ് ശരിക്കും. പ്രശാന്തിനെ പോലെ അത്ര ജനകീയ MLA-ക്കെതിരെ മത്സരിക്കാനിറങ്ങുമ്പോൾ, BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ, ഒരു സർക്കാർ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് വരേണ്ട, മന്ത്രി പദവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് വരേണ്ട ആളാണ് സ്വാഭാവികം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലെങ്കിൽ പോലും K മുരളീധരൻ, അദ്ദേഹം അത്തരം ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ തീരുമാനമെടുത്ത് വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. അത് മുരളീധരനെ വട്ടിയൂർക്കാവിലുള്ള വ്യക്തിബന്ധങ്ങൾ, അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങളിലുള്ള വിശ്വാസം, നേരത്തെ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു സത്പേരൊക്കെ തന്നെയാണ് മുരളീധരൻ അവിടേക്ക് മത്സരിക്കാൻ വെല്ലുവിളി ഏറ്റെടുത്തത്. VK പ്രശാന്തിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ഒരു CPM നേതാവിൻ്റെ ഒരു പ്രതിച്ഛായൽ മാത്രം കാണേണ്ട ഒരാൾ അല്ല VK പ്രശാന്ത്. VK പ്രശാന്ത് ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ സൗമ്യമായി ഇടപെടുന്ന മറ്റ് CPM നേതാക്കൾ ഇല്ലെന്നുള്ള ഞാൻ പറഞ്ഞു. പക്ഷേ വളരെ സൗമ്യമായി ഇടപെടുന്ന, ഏറ്റവും അടുത്ത ആളുകളുടെ രണ്ടുപേർക്കും വ്യക്തിപരമായ വോട്ടുകളുള്ള ആളുകളാണ്. VK പ്രശാന്ത് ഒരു ചെറിയൊരു കഥ പറയാൻ പറയാം. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM നേതാക്കൾ വീടുകളിൽ കയറി വോട്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഒരു പ്രാദേശികമായി വട്ടിയൂർക്കാവ് ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് VK പ്രശാന്തും CPM സംസ്ഥാന സമിതി അംഗം വിജയകുമാറും ഒക്കെ ഉണ്ട്. അവിടെ ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ കയറുമ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാവ് പ്രശാന്തിനോട് വിജയകുമാറിനൊക്കെ പറയും, ഇവിടെ കയറണ്ട, ഇവിടെ കോൺഗ്രസ് കുടുംബമാണ്, പാരമ്പര്യമായി കോൺഗ്രസ് കുടുംബമാണ്, ഇവിടെ നമ്മൾ കേട്ട് കാര്യമില്ല. അപ്പോൾ പ്രശാന്ത് പറഞ്ഞ മറുപടിയുണ്ട്, കോൺഗ്രസ് കുടുംബമാണ്, പക്ഷേ ഞാനാണ് കയറുന്നത്, എനിക്ക് 2 തവണ വോട്ട് തന്ന വീടാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു CPM MLA ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ എത്രത്തോളം ആ മണ്ഡലത്തെ ജനങ്ങളുമായി അദ്ദേഹം അടുത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ് VK പ്രശാന്തിനെ വേറിട്ട് നിർത്തുന്നത്. മറ്റൊന്ന്, ആദ്യത്തെ പ്രശാന്ത് ജയിച്ചു വന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ കണക്ക് 4000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെയാണ് CPM പ്രശാന്തിന് കണക്ക് കൂട്ടിയത്. പക്ഷേ വോട്ടിന് തൊട്ട് മുമ്പ് പ്രശാന്ത് പറഞ്ഞത് അതിൻ്റെ ഇരട്ടി വോട്ട്, അതായത് പാർട്ടി കൂട്ടുന്ന ഇരട്ടി വോട്ട് പ്രശാന്ത് അവകാശപ്പെട്ടു. ഞാൻ അത്ഭുതം ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ്? ഏതാണ്ട് പ്രശാന്ത് പറഞ്ഞ കണക്കുകൾ ശരിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രശാന്ത് പറഞ്ഞ കണക്കുകൾക്ക് അടുത്തേക്ക് എത്തി. ഇത്തവണ പ്രശാന്ത് വലിയ ആത്മവിശ്വാസം. വളരെ പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ എല്ലാ പാർട്ടികളും ജാതിയും മതവും ഒക്കെ നോക്കി വോട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതീയമായ ചിന്തിച്ച ആളുകൾ വോട്ട് ചെയ്യും. ഒരു ജാതിയുടെ ആളുകളെ മാത്രം എല്ലാ പാർട്ടികളും മത്സരിപ്പിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലത്താണ് അങ്ങനെ ജാതിയും മതവും ഒന്നും നോക്കിയല്ല, കൊള്ളാവുന്ന സ്ഥാനാർത്ഥി വന്നാൽ ആളുകൾ ജയിപ്പിക്കും, അത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമെന്ന് ഒരു കേരളത്തിന് തെളിയിച്ചു തന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലങ്ങൾ, കോവളം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, അത് UDF പറയുന്നതിന് ചില അവകാശവാദങ്ങൾക്ക് ചില ലോജിക്കുണ്ട്. പക്ഷേ നെയ്യാറ്റിൻകര എങ്ങനെയാണ് UDF ഒരു ഉറച്ച മണ്ഡലമായി കണക്കാക്കുന്നത്?
നെയ്യാറ്റിൻകര നേരത്തെ UDF ജയിച്ചു വന്ന മണ്ഡലം, തുടർച്ചയായൊക്കെ ജയിച്ചു വന്നുള്ള മണ്ഡലമാണ്. അവിടെ എൻ ശക്തൻ എന്ന കാട്ടാക്കട എന്ന് അദ്ദേഹം മാറി. പക്ഷേ കാട്ടാക്കട ഏറ്റവും വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ശക്തൻ്റെ ഒരു വ്യക്തി പ്രഭാവമുണ്ട്. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് നിലനിൽക്കുന്ന നേതാവല്ല, DCCയുടെ താൽക്കാലിക അധ്യക്ഷനുമൊക്കെയാണ്. എങ്കിൽ പോലും ശക്തൻ വന്നാൽ അവിടെ പിടിച്ചെടുക്കാവുന്ന ഒരു പ്രതീക്ഷ ആദ്യഘട്ടം മുതൽ അവിടെ ഉണ്ട്. ശക്തൻ വലിയ ബലം പാർട്ടിക്കുള്ളിൽ ബലം പ്രയോഗിച്ച് തന്നെയാണ് സീറ്റ് നേടിയെടുത്തത്. ശക്തനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ അതിന് തുടക്കകാലം തൊട്ട് തന്നെ ശക്തൻ വളരെ മുന്നിലായിരുന്നു എന്നത് വസ്തുതയാണ്. കാരണം ഈ നെയ്യാറ്റിൻകരയും പാറശാലയുമായാണ് പലപ്പോഴും അവിടെ താരതമ്യപ്പെടുത്തുക. വികസന കാര്യത്തിൽ പോലും നെയ്യാറ്റിൻകര പാറശാലയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് പുറകിലായിരുന്നു CPM-കാർ പോലും സമ്മതിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുതന്നെയാണ് അവിടുത്തെ ഒരു പോരായ്മയെ ഇപ്പോഴും എടുത്തു കാട്ടുന്നത്. CPM പരാജയപ്പെടാൻ ഇടയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആദ്യം ഇപ്പോഴും എടുത്തു വയ്ക്കുന്ന മണ്ഡലം നെയ്യാറ്റിൻകര. ഇപ്പോൾ ജയിക്കുന്ന ചില പ്രതീക്ഷ അവർക്കുണ്ട്. എങ്കിൽ പോലും നെയ്യാറ്റിൻകര സാധ്യതകൾ കുറവാണ്. അതിനൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇനിയും പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. ഈ 5 മണ്ഡലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന സാമുദായിക സമവാക്യങ്ങളുടെ മാറ്റമാണ്. അത് തന്നെ എങ്ങനെയാണ് അവിടുത്തെ ക്രിസ്ത്യൻ നാടാർ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്നത്? ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വരുന്നു. സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥി വരുമ്പോൾ നാടാർ വിഭാഗത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ സ്വാധീനം. കേരളത്തിലെ അറിയാം, K. കരുണാകരനെ പോലൊരു നേതാവ് A. ചാൾസിനെ പോലെ ഒരു അതുവരെ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിരുന്ന ഒരാളെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ആളാണ്. അങ്ങനെ അട്ടിമറി നേടിയതാണ്. അത് ഈ നാടാർ വോട്ടിൻ്റെ ഏകീകരണം തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ പല ഘട്ടങ്ങളിലും ഉണ്ടാവുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങൾ, അതായത് അരുവിക്കര CPM G. സ്റ്റീഫനെ പിടിച്ചെടുക്കുന്നു. പാറശാലയും നെയ്യാറ്റിൻകരയും ജയിക്കുന്നു. നേമത്ത് V. ശിവൻകുട്ടി ജയിക്കുന്നു. കോവളത്ത് ജയിച്ചില്ലെങ്കിൽ പോലും അവിടെ അങ്ങനെ 5 മണ്ഡലങ്ങളിൽ വളരെ പ്രബലമായ ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു സമുദായമാണ് ഈ നാടാർ സമുദായം. CSI സഭ അവരുടെ പ്രധാനപ്പെട്ട ആളെ, അത് CPM അവരെ ആദ്യത്തെ സഹായിച്ചു. ഈ CSI സഭയിലെ ഉൾപ്പോരിലൊക്കെ CPM നിലപാടെടുത്ത് പ്രവീണൊപ്പം നിന്നു എന്ന വലിയ വിമർശനമൊക്കെ ഉണ്ട്. പക്ഷേ വളരെ പെട്ടെന്നുള്ള നീക്കം കോൺഗ്രസ് നടത്തുകയും തമിഴ്നാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒരു തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി കേരളത്തിന്റെ വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കുന്ന ഒരു വളരെ സമർത്ഥമായ ഒരു മൂവ് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. ഇനി അടുത്ത മണ്ഡലം അരുവിക്കരയാണ്. അരുവിക്കര യഥാർത്ഥത്തിൽ ഈ നേമത്ത് മത്സരിച്ച ശബരിനാഥിന്റെ മണ്ഡലമായിരുന്നു. ശബരിനാഥ് അരുവിക്കര വിട്ടുപോയപ്പോൾ തിരുവനന്തപുരം സീറ്റ് ആഗ്രഹിച്ച് അത് കിട്ടാതെ വന്ന ഒടുവിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ അങ്ങോട്ടേ ഇല്ല, തിരുവനന്തപുരം വിട്ട് ഒരിടം മത്സരിക്കാനില്ല, അങ്ങനെയെങ്കിൽ ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ലെന്ന് പലതവണ പറഞ്ഞ ആളാണ് ശിവകുമാർ. ആ ശിവകുമാറാണ് അരുവിക്കരയിൽ മത്സരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ ഒരു വിജയം ഉറപ്പാക്കാൻ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? അരുവിക്കരയിൽ വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോവളവും നെയ്യാറ്റിൻകരയും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിജയ പ്രതീക്ഷ പുറത്ത് തലസ്ഥാന ജില്ലയിലെ മണ്ഡലം അരുവിക്കരയാണ്. അവിടെ മറ്റു സാമുദായിക സമവാക്യങ്ങൾ കൂടി അവിടെ അനുകൂലമാകുമെന്ന് കരുതുന്നു. VS ശിവകുമാർ നേതാവ് അവിടെ ശബരിനാഥിനെ വലിയ നെഗറ്റീവ്സ് ഉണ്ടെന്ന് പൊതുവിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചതാണ്. അതുകൊണ്ട് ശബരി അവിടെ വേണ്ട എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടു. പക്ഷേ ശിവകുമാർ എത്തുമ്പോൾ മറ്റു തരത്തിൽ അവിടെ ഡീൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, പ്രവർത്തകരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ അവിടെ ഇറക്കി. നമുക്കറിയാം അരുവിക്കര എക്കാലത്ത് കോൺഗ്രസിന് ശക്തമായ സ്വാധീനം, തുടർച്ചയായി G. കാർത്തികൻ ജയിച്ചു വന്ന മണ്ഡലമൊക്കെയാണ്. അവിടെ ശബരിനാഥൻ ചില ചീത്തപ്പേരുണ്ടാക്കിയെന്ന് പൊതുവിൽ പറയുമ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്ക് അവിടെ അവർക്ക് ശക്തമായ നേതാവിന് വേണമായിരുന്നു. ശിവകുമാർ എത്തിയതോടുകൂടി അവർക്ക് അത് ലഭിച്ചു. വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനം. വേഗത്തിൽ പോകേണ്ടതുണ്ട്. അടുത്തത് കാട്ടാക്കടയാണ്. കാട്ടാക്കടയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഒരു വലിയ മത്സരം. കേരളത്തിലെ ഒരു മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു MLA IB സതീഷിനെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരു വളരെ മികച്ച സ്ഥാനാർത്ഥിയെ, എങ്ങനെ IB സതീഷിനെ നേരിടാൻ കഴിയുന്ന അതേ തട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ ഒരു മികവിൽ അവിടെ ഒരു കടുത്ത മത്സരത്തിലേക്ക് പോകുന്നു. അത് ആ മികവ് തന്നെയാണോ യഥാർത്ഥത്തിൽ കാട്ടാക്കടയിൽ UDFന്റെ പ്രതീക്ഷ? തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ്. വളരെ ജനകീയനായ സാധാരണക്കാരുടെ ഭാഷയിൽ ഇടപെടുന്ന, അവരിലേക്ക് പെട്ടെന്ന് അലിഞ്ചേരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് MR ബൈജു എന്ന് വ്യക്തമാണ്. ബൈജുവിൻ്റെ ജനകീയത തന്നെയാണ് അവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസവും ഇന്ധനവും. അതിനപ്പുറത്തേക്ക് ഈ സാമുദായിക സമവാക്യങ്ങളും ഏറ്റവും അധികം CSI വോട്ടുകൾ ഏറ്റവും അധികം പങ്കുവഹിക്കുന്ന മണ്ഡലം കൂടിയാണ് കാട്ടാക്കട. കോൺഗ്രസ് ഉറപ്പിക്കുകയാണ്. ചിറയൻകീഴ് നേരത്തെ പറഞ്ഞു അത് പ്രതീക്ഷയ്ക്ക് കാരണം രമ്യ ഹരിദാസ് എത്തുന്നതാണ്. വർക്കലയുടെ ചിത്രം നമ്മൾ ആദ്യം തന്നെ എടുത്താണ്. ഇനി നമുക്ക് BJPയുടെ വാമനപുരം കൂടിയുണ്ട്. വാമനപുരം കൂടിയുണ്ട്. വാമനപുരം മണ്ഡലം കൂടി UDF ഇത്തവണ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. BJPയുടെ പ്രതീക്ഷ. BJP കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വെക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ആ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാമതായി അവർ പ്രതീക്ഷ വെക്കുന്നത് നേമമാണ്. ഒരിക്കൽ അക്കൗണ്ട് തുറന്ന മണ്ഡലം നേമം. ഇത്തവണ അവിടെ കടുത്ത മത്സരം നടക്കുന്നു. കോൺഗ്രസിൽ നിന്നും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ KS ശബരിനാഥ് തന്നെ എത്തുന്നു. മണ്ഡലം നിലനിർത്താൻ വേണ്ടി ശിവൻകുട്ടി എത്തുന്നു. ഈ BJPയുടെ ഈ നേമം പ്രതീക്ഷയ്ക്ക് എത്രത്തോളം യാഥാർത്ഥ്യബോധമുണ്ട്? BJPയുടെ ഏറ്റവും സംഘടനാപരമായി ഏറ്റവും ശക്തിയുള്ള ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ മണ്ഡലം, അതായത് രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് മാത്രം
BJPക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലൊന്നായാണ് നിയമം അറിയപ്പെടുന്നത്. അതിൽ സാങ്കേതികമായും രാഷ്ട്രീയമായൊക്കെ ശരികളുമുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ BJPക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അവർ കിട്ടിയ മണ്ഡലമാണ്. 50,000-ന് മുകളിൽ രാഷ്ട്രീയ വോട്ടുകൾ BJPക്ക് ഉള്ള മണ്ഡലം കൂടിയാണ് ഈ നിയമം. അവിടെ ശബരിനാഥൻ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാവും. ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ ഏത് വിഭാഗത്തിൽ നിന്ന് ഏത് സെക്ടറിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശബരിനാഥൻ്റെ പ്രചരണം ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കുക ലക്ഷ്യമിട്ടെന്ന് CPM ആരോപിക്കുന്നു. അതിൽ കുറച്ചൊക്കെ വസ്തുതയുണ്ട്. കാരണം ശബരിനാഥൻ്റെ പ്രചരണം ആ മേഖലയിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ 30,000-ഓളം മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ്. ആ വോട്ടുകളിൽ എത്ര വിള്ളൽ ശിവൻകുട്ടിയിലേക്ക് സ്വാഭാവികം പോവേണ്ട വോട്ടുകളാണത്. BJP ജയിക്കാതിരിക്കാൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അങ്ങനെ വോട്ട് ചെയ്താൽ അവിടെ ശബരിനാഥൻ ആ വോട്ടിൽ വിഭജനം ഉണ്ടാക്കിയാൽ അത് വിഘടിപ്പിച്ചാൽ സ്വാഭാവികമായും പ്രധാനപ്പെട്ട വിഷയം കെ മുരളീധരനെ പോലെ ഒരു നേതാവ് കോൺഗ്രസ് നേതാവ് മത്സരിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച് കെ മുരളീധരനോട് BJPക്കും RSSനുമുള്ള പ്രധാനപ്പെട്ട വിരോധത്തിന് കാരണം അത് തന്നെയാണ്. ജയിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നു എന്നുള്ളതായിരുന്നു. അന്ന് കെ മുരളീധരൻ്റെ മത്സരം കൊണ്ടാണ് ശിവൻകുട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ കെ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ചിലപ്പോൾ അത് തിരിച്ചടിയാവാൻ സാധ്യത കൂടി കാണുന്നുണ്ട്. ആ സാധ്യത കൂടുതൽ അവിടെ കാണാൻ കഴിയുന്നത് ശിവൻകുട്ടി തോറ്റാൽ അതിന് ഒരുപക്ഷെ ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ തന്നെയാകാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ BJPക്ക് ചില തിരിച്ചടിയാവുന്നത് ഈ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ കൂടി ചില പോക്കറ്റുകൾ രാജീവ് ചന്ദ്രശേഖരനോട് എതിർപ്പുള്ള ആളുകളോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയാവുന്നതിന് എതിർപ്പുള്ള BJP ചെറിയ ഗ്രൂപ്പുകളെങ്കിലും അവിടെ ആ വോട്ട് കൂടി ശബരിനാഥിലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ ശിവൻകുട്ടിക്ക് അതൊരു തുണയാകും, BJPക്ക് വെല്ലുവിളിയാകും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോൺഗ്രസ് ശബരിനാഥ് ചേർന്നിരിക്കുന്ന ആളുകളൊക്കെ ശബരി ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷയാണ്. രണ്ട് ഭാഗത്തും ചില നിയമത്തെ സംബന്ധിച്ച് ശബരിയാണോ ജയിക്കുന്നത് ശിവൻകുട്ടിയാണോ, ഈ BJP ജയിക്കരുന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൽ രണ്ടിൽ ആരാണ് ജയിക്കുന്ന ഒരു കൺഫ്യൂഷൻ അവസാന ഘട്ടം വരെയും ഉണ്ടായിരുന്നു തോന്നുന്നില്ലേ? അവിടെ ജയസാധ്യത BJP അല്ലെങ്കിൽ ശിവൻകുട്ടി LDF എന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരു ഭാഗത്തുകൂടി ശബരിനാഥൻ നന്നായി മുന്നേറിയെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ വന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രം മറ്റൊന്നായി മാറാം. പക്ഷേ BJP സംസ്ഥാനത്ത് ആദ്യം ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നിയമമാണ് പ്രതീക്ഷ. അടുത്തത് കഴക്കൂട്ട മണ്ഡലമാണ്. മുരളീധരൻ കാലങ്ങളായി കേന്ദ്രീകരിച്ച് BJP പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ട മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലെ കഴക്കൂട്ട മണ്ഡലത്തിന്റെ A to Z കാര്യങ്ങൾ ഏത് തരത്തിലും അറിയാവുന്ന ഒരാൾ ഇപ്പുറത്ത് മത്സരിക്കുന്നു. മറുഭാഗത്ത് ശരത്ചന്ദ്ര പ്രസാദിനെ പോലെ ഒരു കാലത്ത് തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ശരത്തേട്ടൻ എന്നൊരു ഇമേജൊക്കെ ഉണ്ടാക്കി താഴെത്തട്ടിലെ പ്രവർത്തകരൊക്കെ ആവേശഭരിതരാക്കാൻ കഴിയുന്ന ഒരു നേതാവ് വരുന്നു. അവിടെ BJPയുടെ പ്രതീക്ഷ എന്താണ്? ഈ കടകംപള്ളി അട്ടിമറിക്കാൻ മുരളീധരന് ഏതെങ്കിലും തരത്തിൽ കഴിയുമോ? BJPയുടെ പ്രതീക്ഷ വയ്ക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഒന്ന് കഴക്കൂട്ടമാണ്. പക്ഷേ നിയമം കിട്ടുമെന്ന് പറയുന്ന അത്ര ഉറപ്പോടുകൂടി BJP കഴക്കൂട്ടം കിട്ടുമെന്ന് പറയില്ല. കാരണം അവിടെ അതിനൊരു വ്യത്യാസമുള്ളത്, അവിടെ കടകംപള്ളി സുരേന്ദ്രൻ നേതാവ് തന്നെയാണ്. ജനങ്ങളുമായി അത്രയധികം നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ള അടക്കം വന്നു. നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടത് സാധാരണഗതിയിൽ ഒരു നേതാവിനെതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ, ഒരു അദ്ദേഹത്തിനെതിരെ വരാവുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അത് മൗനം പാലിച്ചു പോകുന്നു. പക്ഷേ കടകംപള്ളിയുടെ തന്ത്രം മറ്റൊന്നായിരുന്നു. എല്ലാ പ്രചരണ യോഗങ്ങളിലും കടകംപള്ളി ആദ്യം പറയും, നിങ്ങൾ കണ്ടില്ലേ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ എന്നെ വേട്ടയാടുന്നു, സർക്കാരിനെ വേട്ടയാടുന്നു, സ്വർണം കട്ടതാരെന്നൊക്കെ. നിങ്ങൾക്ക് ആ രീതിയിൽ കടകംപള്ളി ആ വിഷയത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും അതിൽ എതിരാളികളെ ആക്രമിക്കാൻ ശ്രമിച്ചു മുന്നേറുന്ന നേതാവ്. ആ ഒരു തന്ത്രമാണ്, രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. ആ കടകംപള്ളിയുടെ ഒരു സാന്നിധ്യം അവിടെ BJPക്ക് ആശങ്കയുണ്ടെങ്കിൽ പോലും BJP. മറ്റൊന്ന് ഇവർ കാട്ടാക്കടയും തിരുവനന്തപുരമാണ്. നമുക്കത് വേഗത്തിൽ ചേർത്ത് പറയണമെന്ന് തോന്നി. കാട്ടാക്കടയും തിരുവനന്തപുരം BJP ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ, മറ്റ് ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ നേമത്തും കഴക്കൂട്ടത്തും വെക്കുന്ന ഒരു പ്രതീക്ഷ ഈ കാട്ടാക്കടയിലും തിരുവനന്തപുരത്തുമൊക്കെ. തിരുവനന്തപുരത്ത് കരമന ജയനെ പോലെ ഒരാൾ മത്സരിക്കുന്നു, പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? തിരുവനന്തപുരത്ത് BJPക്ക് വളർച്ചയുള്ളൊരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. 2016 മുതൽ BJPക്ക് അവിടെ ശക്തമായ വോട്ട് ബാങ്കുണ്ട്. 8 വാർഡോളം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷനിലും 8 വാർഡോളം BJP വിജയിച്ച സ്ഥലമാണ്. ശക്തമായ BJP പോക്കറ്റുകളുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. തീരദേശ മേഖല CP ജോണിനൊപ്പം നിൽക്കുകയും അവിടങ്ങളിൽ തന്നെയുള്ള ഭീമാപള്ളി പോലുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ലെഫ്റ്റിലേക്ക് പോവുകയും ചെയ്താൽ BJPയുടെ സംഘടനാ വോട്ടുകളും കുറച്ച് അല്ലാത്ത വോട്ടുകളും കൂടി സ്വാഭാവികമായും വരുമ്പോൾ വിജയിച്ചു കയറാമെന്ന് BJP പ്രതീക്ഷയോട് തിരുവോണ മത്സരം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടെന്ന വസ്തുതയാണ്. അവിടെയാണ് BJPയുടെ പ്രതീക്ഷ തിരുവനന്തപുരത്തുള്ളത്. യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ, മറ്റൊന്ന് കാട്ടാക്കട മണ്ഡലമാണ്. കാട്ടാക്കട മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഈ പറയുന്ന പോലെ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ശക്തമായ BJP പ്രതീക്ഷിക്കും. പക്ഷേ BJP ഒരു ജയിക്കും എന്നൊരു പ്രതീക്ഷയ്ക്ക് വരാൻ വേണ്ടിയുള്ള വോട്ട് അങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ ആ മണ്ഡലം? അല്ലെങ്കിൽ BJP 2ാം സ്ഥാനത്തെത്താൻ അങ്ങനെയുള്ള സാധ്യത കൂടിയുണ്ടോ? ആറ്റിങ്ങൽ നേരത്തെയും BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. ആറ്റിങ്ങൽ ഇപ്പോഴും വളരെ ശക്തമായി തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. കാരണം അവിടെ UDFൻ്റെത് RSPയുടെ സ്ഥാനാർത്ഥിയാണ്. അത് കുറച്ച് വീക്കായൊക്കെയാണ്, ദുർബല സ്ഥാനാർത്ഥിയാണ് പൊതുവിലൊരു ചർച്ചയൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ നേരിട്ടുള്ള പോരാട്ടം തീർച്ചയായിട്ടും CPM-ഉം BJPയും തമ്മിലാണ് ആറ്റിങ്ങലിലുള്ളത്. അവിടെ സ്വാഭാവികമായി അവർക്ക് 2ാം സ്ഥാനത്ത് വരുന്നെങ്കിൽ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ആറ്റിങ്ങലിൽ
കാട്ടാക്കടയിൽ ഒന്ന് പരിശോധിച്ചാൽ അവിടെ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, 3 തവണ അവിടെ മത്സരിച്ച ആളാണ്. അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് ചുരുങ്ങിയ പക്ഷം ഏതാണ്ട് 1 വർഷത്തിലേറെ ആയെങ്കിൽ അദ്ദേഹം അവിടെ തന്നെയുണ്ട്. അതിനു മുമ്പ് മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അതിനകത്തൊരു ചെറിയ വിഷയം, ഈ കാട്ടാക്കടയിൽ യഥാർത്ഥത്തിൽ മത്സരം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസിന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഈ 2 ജനകീയ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വലിയ അവർ തമ്മിലാണ് മത്സരം എന്നൊരു പിക്ചർ വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് അരുൺ പറഞ്ഞത് ശരിയാണ്, നേമത്തും കഴക്കൂട്ടത്തും ഒക്കെ വീഴുവൽ ആറ്റിങ്ങിലും ഒക്കെ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ഒരു പ്രതീതി പുറമേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കാട്ടാക്കടയിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതീതി തുടക്കത്തിലുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ടെമ്പോ നിലനിർത്താൻ BJP കഴിഞ്ഞിരുന്നു. ഈ കൃഷ്ണദാസിന്റെ പ്രചരണം ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തതാണ്. കൃഷ്ണദാസ് അങ്ങനെ ഒരു കാടിളക്കിയുള്ള പ്രചരണ രീതി ആയിരുന്നില്ല അദ്ദേഹം പൊതുവെ. അദ്ദേഹം വീടുകളിലേക്ക് പോകുന്നു, പരമാവധി നടന്ന് ആളുകളിലേക്ക് എത്തുന്നു, തൊഴിലുറപ്പ് തൊഴിലാളികൾ അടുത്തേക്ക് പോകുന്നു, അങ്ങനെ പരമാവധി ആൾ നേരിൽ കണ്ട് വോട്ട് സമാഹരിക്കുന്ന രീതിയായിരുന്നു. മാത്രമല്ല കിരൺ, കാട്ടാക്കടയെ നമ്മൾ കണ്ടുപോകേണ്ടത് BJP ഏറ്റവും ശക്തമായി മാറുന്ന, ശക്തമായ രാഷ്ട്രീയ വളർച്ച ഉണ്ടാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കാട്ടാക്കട. അത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുമ്പോഴായാലും അല്ലെങ്കിൽ ഈ നിയമസഭാ കേന്ദ്രങ്ങൾ നോക്കുമ്പോഴായാലും ആറ്റിങ്ങൽ കഴിഞ്ഞാൽ BJP ഏറ്റവും വലിയ നിയമമൊക്കെ സ്വാഭാവികമായിട്ട് ശക്തിയത് മാറിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവും അവർ വലിയ ശക്തിയുള്ള മണ്ഡലമാണ്. അതിനപ്പുറത്തേക്ക് BJP വളരുന്ന പ്രദേശങ്ങളിൽ ഒന്ന് കാട്ടാക്കടയാണ്, ആറ്റിങ്ങലുമാണ്. കാട്ടാക്കട അതിശക്തമായ BJP സാന്നിധ്യം നിലവിലുണ്ട്. അതുകൂടിയാകുമ്പോൾ മറ്റൊന്നുകൂടി ഈ ജില്ല ആകെ ചേർത്ത് ചോദിക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരം മണ്ഡലം മാത്രമല്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് അത് ഉൾപ്പെടുന്നത്, ആറ്റിങ്ങലടക്കമുള്ള മണ്ഡലങ്ങളടക്കമുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ അത് BJP കോൺഗ്രസ് പോരാട്ടമാകുന്നു. പല മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത്, കോൺഗ്രസ് 2ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ 1ഉം 2ഉമായി അവർ രണ്ടുപേരും വരുന്നു. ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നു. ഈ കോർപ്പറേഷന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP 1ാം സ്ഥാനത്തേക്ക്, അതും വ്യക്തമായ 50 സീറ്റുകളോടുകൂടി 2 പാർട്ടികളെയും ഒരേപോലെ പരാജയപ്പെടുത്തി അവർ അധികാരം നേടുന്നു. പക്ഷേ ആകെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ തിരുവനന്തപുരം ജില്ലയാകെ നോക്കുമ്പോൾ അവിടെ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റം അവകാശപ്പെടുന്നു. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വരുന്നു. ആ പാർട്ടി തന്നെ ചിലപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുന്നു. ഇത് പൂർണ്ണമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, ഈ 2 തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കാതെ തന്നെ പരിശോധിക്കേണ്ട ഒരു ജില്ലയാണോ തിരുവനന്തപുരം? തീർച്ചയായിട്ടും 100% അങ്ങനെ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല ഒരിക്കലും തിരുവനന്തപുരം ജില്ലയിൽ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഉണ്ടാവുക. വട്ടിയൂർക്കാവൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 3ാമത് പോയെന്ന് വസ്തുത, TNC മത്സരിക്കും 2016 3ാം സ്ഥാനത്തേക്ക് പോയെന്ന് വസ്തുതയാണ്. പക്ഷേ അതിനുശേഷം പലയിടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാറ്റേൺ അല്ല. 3ാം സ്ഥാനത്താണ് തൊട്ടടുത്തവണ പ്രശാന്ത് ബൈ ഇലക്ഷനിലും 19 പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാറ്റേൺ അല്ല ഉള്ളത്. സ്വാഭാവികമായി ഇടതുമുന്നണിക്ക് ഒരു രാഷ്ട്രീയ മേൽക്കൈയുള്ള, എന്നാൽ UDF-ന് ബാലികേറ മലയല്ല. ഈ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ പാറശാല മണ്ഡലം എടുത്താൽ തൊട്ട് മുമ്പ് UDF ആയിരുന്നു, കഴക്കൂട്ടം എടുത്താൽ വർക്കല, കഴക്കൂട്ടം, വർക്കല, ഈ പല മണ്ഡലങ്ങളും, അതുപോലെ നെയ്യാറ്റിൻകര, അരുവിക്കര തുടങ്ങിയ പല മണ്ഡലങ്ങളിലും നേരത്തെ UDF ആയിരുന്നു, പിന്നീട് LDF പിടിച്ചെടുക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്നൊരു എന്തായാലും തലസ്ഥാന ജില്ലയിലെ വിധി ആകാംക്ഷാപൂർവ്വം തന്നെയാണ് കാത്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങളിൽ ഉറച്ച പ്രതീക്ഷ LDF-നുണ്ട്, അത് ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. UDF-ഉം അത് ഏറെക്കുറെ അത് അംഗീകരിക്കുന്നുണ്ട്. LDF-നെ സംബന്ധിച്ച് പക്ഷേ ഒരു മണ്ഡലം പോലും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയാൻ തയ്യാറല്ല. 14 മണ്ഡലങ്ങളും കിട്ടാൻ വേണമെങ്കിൽ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചില മണ്ഡലങ്ങൾ ഉറപ്പിച്ചു. UDF അങ്ങനെയല്ല. UDF 8-9 മണ്ഡലങ്ങൾ, 9 മണ്ഡലങ്ങൾ വരെ ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് UDF ഉറപ്പിച്ച് പറയുന്നു. ചില മണ്ഡലങ്ങൾ കിട്ടില്ല എന്നുള്ളത് ആ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ പറയുന്നു. BJP-യെ സംബന്ധിച്ച് BJP-ക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രതീക്ഷയുള്ള മണ്ഡലം, അത് ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം നേമമാണ്. അത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ കഴക്കൂട്ടവും കാട്ടാക്കടയും ആറ്റിങ്ങിലും അടക്കമുള്ള മണ്ഡലങ്ങളൊക്കെ അവർ, തിരുവനന്തപുരം ഒക്കെ അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലയുടെ വിധി മുൻകാലങ്ങളിലെ പോലെ തന്നെ ആരാണോ കേരളത്തിൽ ഭരണത്തിലേറാൻ പോകുന്നത് അവർക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് ഒരു വലിയ മാറ്റം എന്തെങ്കിലും ഉണ്ടാവും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇടതുമുന്നണി തന്നെയാണ് വീണ്ടും വരുന്നതെങ്കിൽ ഇടതുമുന്നണിക്ക് പഴയ മേൽക്കൈ ഉണ്ടാവുമെന്നും, അല്ലെങ്കിൽ UDF ആണ് വരുന്നതെങ്കിൽ അവർക്ക് ഈ മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കൈ വരും എന്നൊക്കെ നമുക്ക് കണക്കാക്കാം. പഴയ ചരിത്രമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.